പ്രിൻറ്റു മഹാദേവ് എന്നൊരു ബി.ജെ.പി. നേതാവ് ഒരു ചാനലിൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കവേ ഈ പുള്ളിക്കാരൻ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പരാമർശം നടത്തി. ചെറിയ പരാമർശമൊന്നുമല്ല നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്നായിരുന്നു ചാനൽ ചർച്ചയ്ക്കിടെ ബി.ജെ.പി. വക്താവ് പ്രിൻറ്റു വിവാദ പരാമർശം നടത്തിയത്. സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച നടന്ന ചാനൽ ചർച്ചയിലാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ ഈ കൊലവിളി പ്രസംഗം നടത്തിയത്. 4 ദിവസം കഴിഞ്ഞ് 29 ഈ വിഷയം നിയമസഭയിലെത്തുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച വേണമെന്ന് UDF ആവശ്യപ്പെടുന്നു. നടക്കില്ല എന്ന് LDF തീർത്തു പറയുന്നു. നടക്കില്ല എന്ന് LDF പറഞ്ഞത് മാത്രമല്ല, എന്തുകൊണ്ട് നടക്കില്ല എന്നുള്ളത് കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ വന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? 26 ടെലിവിഷൻ ചർച്ചയിൽ മടമ്പെട്ട് 27 28 29 കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട്. നിങ്ങൾ 27 അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. നിങ്ങൾ 28 അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. നിങ്ങൾ 29 അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. നിങ്ങൾ സബ്മിഷൻ പോലും കൊണ്ടുവന്നില്ല. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ BJPക്ക് എതിരാണെങ്കിൽ നിങ്ങൾ ഒരു സബ്മിഷൻ പോലും ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നില്ല. അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല എന്ന് തന്നെയല്ലേ തെളിയിക്കുന്നത്? അങ്ങേപോലെ തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നു. പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ ഒരു TV ചർച്ചക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? സാർ, യഥാർത്ഥത്തിൽ AK ആന്റണി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനം നടത്താൻ നിർബന്ധിതനായത് ഈ നിയമസഭയിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ എന്ന വിലാപമായിരുന്നു. ഇപ്പോ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം കുറ്റകരമായി നിശബ്ദത പാലിച്ചല്ലോ എന്നുള്ള ഒരു പത്രസമ്മേളനം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി നടത്താൻ ഇടയുണ്ട് എന്ന് കരുതിയിട്ടുള്ള ഒരു സമരാഭാസമാണ് ഇന്ന് ഈ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ. എന്തുകൊണ്ട് ഈ വിഷയം കോൺഗ്രസ് നേതൃത്വം ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു LDF ചൂണ്ടിക്കാട്ടിയത്. ഒരർത്ഥത്തിൽ വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയത്തിലൂടെയാണല്ലോ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാലും രാഹുൽ ഗാന്ധി എന്ന ഒറ്റ മനുഷ്യന്റെ പിൻബലത്തിൽ മാത്രം നിലനിന്നു പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് ആരും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകും. ആ രാഹുൽ ഗാന്ധിയാണ് ഒരു BJP നേതാവ് വെടിവെച്ച് തീർത്ത് കളയുമെന്ന് പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായും കോൺഗ്രസ് മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് ഈ വിഷയത്തിൽ സജീവമായി രംഗത്തിറങ്ങേണ്ടതാണ്. അങ്ങനെയുണ്ടായില്ല എന്ന് നിയമസഭയ്ക്കുള്ളിൽ മന്ത്രി P. രാജീവ് തന്നെയാണ് വ്യക്തമാക്കിയത്. 26 നടന്ന സംഭവത്തിൽ 29 വരെ അനക്കം ഉണ്ടായില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് P. രാജീവ് ചോദിച്ചിരുന്നു. എന്തായാലും സംഭവം പ്രതിപക്ഷ നിയമസഭയിൽ ഉന്നയിച്ചതോടെ പ്രിൻറ്റുവിനെതിരെ പരാതി എത്തുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു. പ്രിൻറ്റു മഹാദേവിനെതിരെ KPCC സെക്രട്ടറി CC ശ്രീകുമാർ നൽകിയ പരാതിയിലാണ് തൃശൂർ പേരാമംഗലം പോലീസ് കേസെടുത്തത്. കൊലവിളി പ്രസംഗം, കലാപാഹ്വാനം, സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പ്രിൻറ്റു മഹാദേവിനെതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. തുടർന്ന് പ്രിൻറ്റു മഹാദേവിനെ തിരഞ്ഞ് BJP തൃശൂർ ജില്ലാ ഭാരവാഹികളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. BJP സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നത്തിന്റെ വീട്ടിലും സഹോദരൻ ഗോപിയുടെ വീട്ടിലുമാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. അതിനു പിന്നാലെ പ്രിൻറ്റു പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു. കേസിൽ കുന്നംകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രിൻറ്റുവിന് ജാമ്യവും അനുവദിച്ചു. ജാമ്യം ലഭിച്ചതിനു ശേഷം താൻ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ലെന്ന് പ്രിൻറ്റു മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നുള്ളതൊക്കെ തമാശയായി കാണേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ എന്തോ ആയിക്കൊള്ളട്ടെ. പ്രിൻറ്റു മഹാദേവ് എന്ന BJP നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയതോ, നിയമസഭയിൽ ഈ വിഷയം അടിയന്തര പ്രമേയത്തിനെത്തിയതോ, അടിയന്തര പ്രമേയം സ്പീക്കർ അംഗീകരിക്കാത്തതോ, പ്രിൻറ്റു മഹാദേവിനെ അറസ്റ്റ് ചെയ്തതോ, പുള്ളിക്കാരന് ജാമ്യം ലഭിച്ചതോ ഒന്നുമല്ല നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം. ഈ സംഭവങ്ങൾക്കിടയിൽ നടന്ന മറ്റൊരു കാര്യം, ആരും അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു സംഭവം. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് സ്വയം വിശ്വസിക്കുന്ന കോൺഗ്രസ് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. സംഭവം മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു BJP നേതാവ് ഇത്തരത്തിലുള്ള കൊലവിളി പ്രസംഗം നടത്തിയിട്ട് അത് പൊതുമണ്ഡലത്തിൽ ചർച്ചയാക്കാനോ, ഈ കൊലവിളി നടത്തിയ BJP നേതാവിനെതിരെ ഒരു പരാതി കൊടുക്കാനോ കോൺഗ്രസ് ഇത്രയും ദിവസം വൈകിയത് എന്തുകൊണ്ടാണ്? പ്രസംഗം നടത്തിയ ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് കോൺഗ്രസ് പാർട്ടി പൊതുമണ്ഡലത്തിൽ ഈ വിഷയം ചർച്ചയാക്കുന്നതും പ്രിൻറ്റു മഹാദേവിനെതിരെ രംഗത്തെത്തുന്നതും.
പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് നേതൃത്വം നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചതെങ്കിലും നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് വരെ പൊതുമണ്ഡലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല. മാധ്യമങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നോ രണ്ടോ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നൊഴിച്ചാൽ മറ്റൊരു നീക്കവും നടന്നതായി ഓർക്കുന്നുമില്ല. നിയമസഭയിൽ വി.ഡി. സതീശൻ ഈ വിഷയം അടിയന്തര പ്രമേയമായി ഉന്നയിക്കുകയും അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എങ്കിലും വിഷയം ചർച്ചയ്ക്ക് എടുക്കാൻ ഇടതുപക്ഷ സർക്കാർ വിസമ്മതിക്കുകയായിരുന്നു. അന്ന് നിയമസഭയിൽ ഇടതുപക്ഷത്തിനു വേണ്ടി സംസാരിച്ച മന്ത്രി പി രാജീവ് പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ചോദിച്ചിരുന്നു. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇത്രയും നാളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല എന്ന്. പി രാജീവിൻ്റെ ഈ ചോദ്യം കേട്ടപ്പോഴാണ് സാധാരണക്കാരായ മറ്റുള്ളവർക്കും ആ ഒരു സംശയം തോന്നിയത്. എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഈ വിഷയത്തിൽ പ്രതിപക്ഷം, പ്രത്യേകിച്ചും കോൺഗ്രസ്, യാതൊരുവിധ നടപടികളും കൈക്കൊള്ളാതെയിരിക്കുന്നത്? ആ ഒരു വിഷയത്തിൻ്റെ പേരിലാണ് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച അനുവദിക്കാത്തത്. നിലവിൽ രാഹുൽ ഗാന്ധി കേരളത്തിലെ എം പി അല്ല. മറ്റു പാർട്ടിക്കാരെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവ് മാത്രമാണ്. എന്നാൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി അതല്ല. കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ രാജ്യത്തിൻ്റെ മുഖമാണ് അദ്ദേഹം. രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ എം പി അല്ലാത്തതുകൊണ്ട് കേരളവുമായി ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് ബന്ധമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് ഇത്തരമൊരു ചർച്ച നിയമസഭയിൽ നടത്തേണ്ട എന്ന് ഭരണകക്ഷിയായ ഇടതുപക്ഷം തീരുമാനിച്ചാൽ അത് തെറ്റു പറയാനും കഴിയില്ല. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കോൺഗ്രസിന് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പ്രതിപക്ഷ നേതാവിനെതിരെയാണ് കേരളത്തിൽ നിന്നും ഭീഷണി ഉണ്ടായിരിക്കുന്നത് എന്ന് ബോധിപ്പിക്കേണ്ടത് കോൺഗ്രസ്സാണ്, കോൺഗ്രസ് നേതാക്കളാണ്. എന്നാൽ അവർ കൃത്യസമയത്ത് അത് ബോധിപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച ഇടതുപക്ഷം നിഷേധിച്ചത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് സ്വാഭാവികമായും ആ ചോദ്യം ഉയരുന്നത്, എന്തുകൊണ്ട് ഇത്രയും നാൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ രംഗത്ത് വരാൻ താമസിച്ചു എന്നുള്ളത്. സെപ്റ്റംബർ 26 വൈകുന്നേരം നടന്ന ചർച്ചയിലാണ് പ്രിന്റു മഹാരാജ് എന്ന BJP നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയത്. പിറ്റേ ദിവസം കോൺഗ്രസ് അനുകൂല സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയം ചെറിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ, കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവിനെതിരെ BJP നേതാവിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു കൊലവിളി പ്രസംഗം ഉണ്ടായത് സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് വലിയ വിഷമമൊന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും ദേശീയ തലത്തിൽ ഇത് വലിയ വാർത്തയായി. രാജ്യത്ത് ഭരണപക്ഷത്ത് BJPയും പ്രതിപക്ഷത്ത് കോൺഗ്രസും ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ദേശീയ തലത്തിൽ അത് വാർത്തയാകും. സത്യം പറഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ വിവരങ്ങൾ ദേശീയ തലത്തിലെത്തിയതോടെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇത് ശ്രദ്ധിക്കുന്നതും BJPക്കെതിരെയുള്ള നല്ലൊരു വടിയായിരുന്നു തങ്ങളുടെ കയ്യിൽ ലഭിച്ചതെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായതും. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് വിളിച്ച് ഇതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു. പക്ഷേ അപ്പോഴാണ് അവർ ആ സത്യം മനസ്സിലാക്കിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ ചർച്ചയിൽ കൊലവിളി പരാമർശം നടത്തിയ BJP നേതാവ് പ്രിന്റു മഹാരാജിനെതിരെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്തിയില്ല എന്നുള്ള സത്യം. സംഭവം നടന്നിട്ട് 3-4 ദിവസമായതിനു ശേഷം ദേശീയ തലത്തിൽ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ബുദ്ധിമുട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ശരിക്കും അറിയാമായിരുന്നു. ഈ സംഭവം നടന്ന സമയത്ത് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വിഷയം സജീവമാക്കി നിർത്തിയിരുന്നെങ്കിൽ പിന്നീട് ദേശീയ തലത്തിൽ ഈ പ്രശ്നം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനെ വിളിച്ച് ഈ പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് സംസ്ഥാന നേതൃത്വം ഇത് ഗൗരവമായി എടുക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഈ അലംഭാവത്തോട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ദേശീയ നേതാക്കൾ പ്രതികരിച്ചതെന്നാണ് സൂചനകൾ. സംസ്ഥാനത്തിപ്പോൾ വിവാദ വിഷയമായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഉയർത്തിക്കാട്ടിയായിരുന്നു ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ചത്. നിങ്ങളുടെ കേരളത്തിൽ രാഹുൽ ഗാന്ധിയെക്കാളും വില രാഹുൽ മാങ്കൂട്ടത്തിനാണോ എന്ന ചോദ്യമാണ് ദേശീയ നേതൃത്വം ഉന്നയിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്ര കേസിൽ പെട്ടതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മാങ്കൂട്ടത്തിനു വേണ്ടി വലിയ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു ഇടപെടലും കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നും സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായില്ല. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദേശീയ നേതൃത്വം പ്രതികരിച്ചതെന്നാണ് സൂചനകൾ. വി.ഡി. സതീശനെയും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെയും രൂക്ഷമായ ഭാഷയിലാണ് ദേശീയ നേതാക്കൾ വിമർശിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഷാഫി പറമ്പിൽ അനുയായികളുടെ ഇഷ്ടക്കേടിന് വിധേയനായ വി.ഡി. സതീശനെ ദേശീയ നേതൃത്വത്തിൻ്റെ വിമർശനം കൂടി എത്തിയതോടെ കൂനിന്മേൽ കുരു എന്നതുപോലെയായി കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ കളി കൂടി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ചില ശ്രമങ്ങൾ കോൺഗ്രസിനുള്ളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. ദേശീയ നേതൃത്വത്തിൻ്റെ ഒറ്റ പിടിബലത്തിൽ മാത്രമാണ് വി.ഡി. സതീശൻ ഇപ്പോൾ സംസ്ഥാന
നേതൃസ്ഥാനത്ത് തുടർന്നു വരുന്നത്. അതിനിടയിലാണ് പ്രിന്റു മഹാരാജ് വിഷയം വി ഡി സതീശന് 8ന്റെ പണി കൊടുത്തതും. ദേശീയ നേതൃത്വത്തിൽ നിന്ന് വൻ വിമർശനം ഉയർന്നതോടെയാണ് വി ഡി സതീശൻ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് ഈ വിഷയം ഉന്നയിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്നാൽ പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയ വിഷയം ഭരണപക്ഷം ചർച്ചയ്ക്കെടുത്തില്ല. മാത്രമല്ല, ഒളിവിൽ പോയ പ്രിന്റു മഹാരാജ് പോലീസ് കീഴടങ്ങുകയും ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി മുഴക്കിയ വിഷയം ഏകദേശം കെട്ടടങ്ങിയ മട്ടാണ്. എന്നാൽ ഈ സംഭവം നടന്ന അന്ന് തന്നെ ഈ വിഷയം സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തിരുന്നെങ്കിൽ ദേശീയതലത്തിൽ വരെ ഇത് വലിയ ചർച്ചയാക്കാമായിരുന്നു എന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയില്ല എന്നു മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ അപമാനിക്കുന്ന രീതിയിലാണ് സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതെന്നും ദേശീയ നേതൃത്വത്തിന് അഭിപ്രായമുണ്ട്.